ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് പോയി. അവിടെ ദൈവവുമായി രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ളതാണ് യേശുവിൻ്റെ പ്രാർത്ഥന. പ്രാർത്ഥനയിൽ നിന്നാണ് പ്രസംഗിക്കുവാനും രോഗശാന്തി നൽകുവാനുമുള്ള ഊർജം ഈശോ കണ്ടെത്തിയിരുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എപ്രകാരമാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കലാണോ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം? അതോ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് പറയുന്ന ഒരു രീതിയാണോ നമ്മുടെ പ്രാർത്ഥന? യേശുവിനെ പോലെ പിതാവിൻ്റെ ഇഷ്ടം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ രീതി നമുക്ക് തിരഞ്ഞെടുക്കാം. അതിനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.